യാത്രകളും വണ്ടികളും സ്നേഹിക്കാത്തവരായ ആരുമില്ല അല്ലേ? ഒരു യാത്ര പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് ഹാപ്പിനെസ്സുകളും അല്ലെങ്കിൽ ഒരുപാട് മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ പോലെയാണ് യാത്രകൾ. ചില സ്ഥലങ്ങൾ നമ്മളെ ഒരുപാട് പിന്നെയും പിന്നെയും പോകാനായിട്ട് ആഗ്രഹം തോന്നുന്ന കുറേ പ്ലേസുകളുണ്ടാവും എല്ലാവർക്കും. പ്രത്യേകിച്ച് ഇടുക്കിയിലൂടെയുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. അതിലൊരു വലിയൊരു ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് മാറി വരുന്നൊരു സ്ഥലമാണ് വാഗമൺ എന്ന് പറയുന്നത്. അതായത് ഒരു മലനിര, അതിലൂടെ എന്താ പറയുക, നമ്മുടെ കല്ലുകളൊക്കെ വെട്ടി പൊട്ടിച്ച് എടുത്ത് ഒരു അതിമനോഹരമായൊരു പാത. പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു പാതയാണ്. പണ്ട് ഇത്രയേറെ വികസനമൊന്നുമില്ല. പക്ഷേ ഇന്ന് എന്താ പറയുക, ഇടുക്കിയിൽ നിന്ന് കോട്ടയം, പാല, എറണാകുളമൊക്കെ പോകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഷോർട്ട് കട്ട് വഴിയാണ് ഈ വാഗമണിലുള്ള ഈ ചുരം പാത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൊരു സ്പോട്ടാണ് ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടങ്ങളും നല്ല കോടമഞ്ഞൊക്കെ വരുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വണ്ടി നിർത്തി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് മൊട്ടക്കുന്നിന് ഇപ്പുറമാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. പാലാ റൂട്ടാണ്. ഡ്രൈവിംഗ് ആണെങ്കിലും അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ്. ഇവിടെ ഒരു ചായ അല്ലെങ്കിൽ നൂഡിൽസ് അതൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അത് അവിടെ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഇവിടെ നെറ്റ്വർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജസോ കോൾസോ അങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലും നമുക്ക് തോന്നത്തില്ല. കാരണം നമുക്ക് ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ മനസ്സൊന്ന് സംസാരിക്കാനും അതുപോലെ എൻജോയ് ചെയ്യാനും പറ്റുന്നൊരു പ്ലേസ് കൂടിയാണ്. അപ്പോൾ ഇതിലേ പോയിട്ടുള്ളവരാണ് മിക്കവരും ഈ വീഡിയോ ആണ്. അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കും കേട്ടോ. നമ്മുടെ പേജാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം വെള്ളച്ചാട്ടവും മഞ്ഞും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ വേറൊരു വൈബാണ്. വേനൽക്കാലത്ത് വന്നാലും വേറൊരു വൈബാണ്. അപ്പം ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞുകൊണ്ട് അതിമനോഹരമായ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് മനസ്സ് ആസ്വദിച്ച് റീൽസോ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ ഒരുപാട് നമുക്ക് എടുക്കാനും വീണ്ടും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു പ്ലേസ് കൂടിയായിരിക്കും. കുറച്ചും കൂടെ നല്ല ശ്രദ്ധിച്ച് വേണം വണ്ടിയൊക്കെ ഇതിൽ ഓടിച്ചു പോകാൻ. കാരണം ഇച്ചിരി വീതി കുറവാണ്, നല്ല വളവുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്ലേസ് കൂടിയാണ്. അപ്പം പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യം, അവിടെ ചപ്പും ചവറുകളൊക്കെ ഇട്ടിട്ട് പോകുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പോകുന്ന സ്ഥലം നമ്മളൊന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി വരുന്നവരെ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.